ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. ആർക്കും പിടിതരാത്ത പിടിച്ചുപറിക്കാരൻ. ഓടുന്ന ട്രെയിനിൽ അക്രമവും ബലാത്സംഗവും, ഇരുമ്പഴി അറുത്ത് ജയിൽ ചാട്ടം, കൊടും കുറ്റവാളി. ഗോവിന്ദച്ചാമി ഒരു കൈകൊണ്ട് ചെയ്തതാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. പക്ഷേ സീറോ മലബാർ സഭാമക്കളുടെ ഇടയിൽ ഇതിനേക്കാൾ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായിരുന്നു. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഒരാളുടെ പേര് കണ്ടിട്ടാണ് ദൈവജനം ഞെട്ടിപ്പോയത്. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികളുടെ ഫോട്ടോ സഹിതമുള്ള സപ്ലിമെന്റ് പത്രം കണ്ട് ഞെട്ടിത്തരിച്ചു സീറോ മലബാർ വിശ്വാസികൾ. രോഷവും അസ്വസ്ഥതയും പുകയുകയാണ്. ആകെ ധർമ്മസങ്കടത്തിലാണ് പാലാ രൂപതയിലെ വൈദികരും അൽമായരും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സഭാ കോടതി കുറ്റക്കാരനെന്ന് കണ്ട് വിധി പ്രസ്താവിച്ചത് ആർക്കെതിരെയാണോ അദ്ദേഹത്തെ ചുവന്ന പരവതാനി വിരിച്ച് പാലാ രൂപതയിലേക്ക് ആനയിച്ചിരിക്കുന്നു. ചെറിയ കുറ്റങ്ങളല്ല സഭാ കോടതി അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയത്. ഇത് മാണിപ്പറമ്പലച്ചനോ അൽമായ വിശ്വാസികളോ പറയുന്നതല്ല, സഭാ കോടതി പറയുന്നതാണ്. ഒന്ന്, അധികാര ദുർവിനിയോഗം. അതിനുള്ള ശിക്ഷ പുറത്താക്കപ്പെടലാണ്. അതിന് പകരം പാലാ മെത്രാനും പാലാ രൂപതയും അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പുറത്തേക്ക് വിടേണ്ടതിന് പകരം അകത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് സഭാ കോടതി. ഞങ്ങൾ മെത്രാന്മാർ തൻ്റെ കൂടെയില്ലേ, പിന്നെ എന്ത് നഷ്ടപരിഹാരം ചെയ്യണം എന്ന് പാലാ മെത്രാൻ കൃത്യവിലോപം ചെയ്തു. അദ്ദേഹം കൃത്യവിലോപം ചെയ്തിരിക്കുന്നുവെന്ന് സഭാ കോടതി. ഇത്തരം കോടതികളുടെ വിധികൾ എത്രയെണ്ണം ഞങ്ങൾ കണ്ടതാ മെത്രാന്മാര്, അതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന ഒരു മട്ടിലാണ് പാലാ മെത്രാൻ അദ്ദേഹത്തെ, കണ്ണൂരുകാരനെ, പാലായിലെ പ്ലാറ്റിനം ജൂബിലിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കാനോൻ നിയമത്തിന്റെ ഗൗരവമായ ലംഘനം നടത്തിയിരിക്കുന്നു. സഭാ കോടതിയുടെ കണ്ടെത്തലാണ്. ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ. കാനൻ നിയമം ഒക്കെ അൽമായർക്കുള്ളതല്ലേ, ഞങ്ങൾ മെത്രാന്മാർക്കൊന്നും അത് ബാധകമല്ല എന്ന മട്ടിലാണ് പാലാ രൂപതയുടെ മെത്രാൻ. കണ്ണൂരുകാരൻ കോടതിയലക്ഷ്യം എന്ന കുറ്റം ചെയ്തിരിക്കുന്നു. സഭാ കോടതി കണ്ടെത്തിയതാണ്, ഞാൻ പറയുന്നതല്ല, അൽമായ വിശ്വാസികളും പറയുന്നതല്ല, സഭാമക്കളും പറയുന്നതല്ല, സഭാ കോടതി അലക്ഷ്യം. പണം കട്ടെടുത്തുവെന്നും ഉദ്യോഗം ദുരുപയോഗം ചെയ്തെന്നും സഭാ കോടതി കണ്ടെത്തിയ ആളുകളെ പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കി അങ്ങനെ സഭാ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചുവെന്നാണ് സഭാ കോടതിയുടെ കണ്ടെത്തൽ. ഇത് പാമ്പാറയച്ചന്റെ കോടതി വിധിച്ചതാണ്, മാണിപ്പറമ്പിലച്ചന്റെയോ മറ്റേതെങ്കിലും ആളുകളുടെയോ വിധിന്യായമല്ല. കാനോൻ നിയമത്തിന് വിരുദ്ധമായി വൈദിക സമിതി, ആലോചന സമിതി എന്നിവ വിളിച്ചുകൂട്ടുക മാത്രമല്ല, കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ആളെ സംബന്ധിച്ച് അങ്ങനെ കാനോൻ നിയമത്തെ തന്നെ കാറ്റിൽ പറത്തിയ ആളാണ് കണ്ണൂരുകാരൻ. അദ്ദേഹത്തെയാണ് ചുവന്ന പരവതാനി വിരിച്ച് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ഫ്ലോപ്പായി. ഇങ്ങനെ ഇത്ര ശക്തമായ ഭാഷയിൽ ഉത്തരവിറക്കി സഭാ കോടതി വിധിച്ചത് ആർക്കെതിരെയാണോ അദ്ദേഹത്തെ ചുവന്ന പരവതാനി വിരിച്ച് പാലായിലെ പ്ലാറ്റിനം ജൂബിലിക്ക് ആനയിക്കുമ്പോൾ എന്താണ് പാലാ മെത്രാൻ സഭയ്ക്ക് നൽകുന്ന സന്ദേശം? വീണ്ടും ഞാൻ ഗോവിന്ദച്ചാമിയുടെ കാര്യങ്ങളിലേക്ക് പോകുകയാണ്. മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പോലീസ് പിടികൂടിയത്. കണ്ണൂരിലെ ജനങ്ങളും അതിന് സഹായിച്ചു. ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസ് എത്തുമെന്ന് മനസ്സിലായതോടെ കിണറ്റിൽ ചാടിയ ഇയാളെ സാഹസികമായി വലിച്ചു കയറ്റുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. കോയമ്പത്തൂർക്ക് കടന്നിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കല്ല ജയിൽ ചാടിയിട്ടുള്ളത്. അതിന് അയാൾക്ക് കഴിയില്ല. ഇയാളുടെ പിന്നിൽ കള്ളന്മാരുടെ മാഫിയുണ്ട്. ഗോവിന്ദച്ചാമി ഭരണ നേതൃത്വത്തിന് പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ആളാണ്.
അകത്തുനിന്നും പുറത്തുനിന്നും സഹായം ഗോവിന്ദസ്വാമിക്ക് കിട്ടുന്നു. സർക്കാരിന് വേണ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ് ഗോവിന്ദസ്വാമി. കണ്ണൂർ സെൻട്രൽ ജയില് ക്രിമിനലുകളുടെ കൂടാണ്. അവർക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് അധികാരികൾ. ഇതേ വികാരമാണ്, ഇപ്പം ഈ പറഞ്ഞ വികാരം തന്നെയാണ് സത്യക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ കഴിഞ്ഞു, പക്ഷെ നമുക്ക് കണ്ണൂരുകാരനെ പിടികൂടാൻ കഴിയില്ല. സഭാ കോടതി കുറ്റക്കാരനെ കണ്ടെത്തിയയാളെ മാറ്റി നിർത്താൻ പോലും കഴിയില്ല. ദൈവജനത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് പാലാരൂപതയും പാലാമെത്രാനും. കാനൂൻ നിയമത്തെയും സഭയുടെ കുർബാനയെയും അട്ടിമറിച്ച ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? എന്ത് ധാർമ്മികതയാണ് പാലായിലെ രൂപത സീറോ മലബാർ സഭയെ പഠിപ്പിക്കുന്നത്? ഈ വാർത്ത വന്നതിന് പിന്നാലെ ജോസി കോയിക്കരുടെ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ വന്നിരുന്നു. വളരെ പ്രസക്തമായ ഒരു കുറിപ്പ്. അത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ നടന്ന ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസിൽ പ്രതിയായ മുകേഷ് എം നായർ മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ടു. പ്രായപൂർത്തിയാകാത്തവരെ ദുരുപയോഗം ചെയ്തു എന്ന കളങ്കം പേറുന്നയാളെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുമ്പിൽ വീരനായി വിശിഷ്ടാതിഥിയായി ചിത്രീകരിച്ച് അവതരിപ്പിച്ചു. എത്ര വലിയ ക്രൂരമായ വിനോദം! എത്രമാത്രം തെറ്റായ സന്ദേശം! ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. തെറ്റായ സന്ദേശം നൽകി വലിയ ഉതപ്പുണ്ടാക്കിയതിൽ ധാർമ്മിക ബോധമുള്ളവർ അസ്വസ്ഥരാവുകയും സംഭവം വലിയ കോളിളക്കമുണ്ടാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി അതേക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പ്രവേശനോത്സവം സ്പോൺസർ ചെയ്ത സംഘടനയാണ് മുകേഷിനെ കൊണ്ടുവന്നതെന്നും തനിക്ക് മനസ്സറിവില്ലെന്നും ഹെഡ്മാസ്റ്റർ വിശദീകരണം നൽകിയെങ്കിലും മാനേജ്മെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. തന്റെ ചുമതലയിലുള്ള സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഹെഡ്മാസ്റ്റർക്ക് അറിവുണ്ടായിരിക്കണമായിരുന്നെന്നും അരുതാത്തത് നടക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമായിരുന്നെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ഇതൊരു സ്കൂളിലെ പ്രവേശനോത്സവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആധ്യാത്മിക സ്ഥാപനമായ പാലാരൂപതയുടെ മെത്രാനും ഇത്തരം ജാഗ്രത വേണ്ടിയിരുന്നില്ലേ? ഈ ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിന്റെ കാര്യത്തിൽ എന്ന പോലെ പാലാരൂപതയുടെ മെത്രാന് പാലാരൂപതയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത വേണ്ടേ? അറിവുണ്ടായിരിക്കണ്ടേ? പ്ലാറ്റിനം ജൂബിയിൽ കളങ്കിത വ്യക്തിയെ പങ്കെടുക്കാൻ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് കണ്ട് മനസാക്ഷിയുള്ളവരെല്ലാം അസ്വസ്ഥരും രോഷാകുലരുമാണ്. എത്ര തെറ്റായ സന്ദേശമാണ് ഭാരതസഭയുടെ അഭിമാനമെന്ന് കരുതപ്പെട്ട പാലാരൂപത നൽകിയിരിക്കുന്നത്. പാലായിൽ നട്ടലുള്ളൊരു മെത്രാൻ ഉണ്ടെന്നാണ് നാം ഇതുവരെ കണക്കാക്കിയത്. അത് തെറ്റാണെന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, മെത്രാന്മാർ ദൈവജനത്തിന്റെ വികാരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. ദൈവജനത്തിന്റെ വികാരമല്ല, വിശ്വാസം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. ദൈവത്തെ മനസ്സിലാക്കുന്നതിലും അവർ പരാജയപ്പെടുകയാണ്. ഇത് വെറും വികാരത്തിന്റെ പ്രശ്നമല്ലല്ലോ, വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? അതിനേക്കാൾ ആരെ അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ച് ദൈവജനത്തെ അടിച്ചമർത്താമെന്ന് നിങ്ങൾ കരുതുന്നുവോ? മെത്രാൻ സെനഡ് നിശ്ചയിച്ചതും മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുമായി തീരുമാനം എന്ന് നിങ്ങൾ തന്നെ പറയുന്ന കാര്യം, അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നട്ടിമറിക്കാൻ കാനൂൻ നിയമത്തെയും ധാർമ്മിക ബോധത്തെയും കാറ്റിൽ പറത്തി പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരുമായ വിമതർക്കും മുന്നേറ്റക്കാർക്കും സകലവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരാളെ പാലായിലേക്ക് എഴുന്നള്ളിക്കുന്നത് എന്തിനാണ് പിതാവേ? പാലാ പിതാവേ, മെത്രാൻ സെനഡ് തീരുമാനം നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ചവരെ പീഡിപ്പിക്കുകയും അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ ചുവന്ന പരവതാനി വിരിച്ച് പാലായിലേക്ക് ആനയിക്കുമ്പോൾ പാലാ മെത്രാന്റെ വാക്കുകൾ ആർജവം ഉള്ളതായിരുന്നില്ലെന്ന് ഇപ്പോൾ നാം തിരിച്ചറിയുകയാണ്. പ്രസാദഗിരി പള്ളിയിൽ സഭയുടെ കുർബാന അർപ്പിച്ചുകൊണ്ട് തോട്ടുപുറം അച്ഛനെ ചവിട്ടി പുറത്താക്കിയവരെ സംരക്ഷിക്കുന്ന ഒരാളെയാണ് ഇതുപോലെ പാലാരൂപത എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. എന്തേ നിങ്ങളുടെ മനസാക്ഷി മരവിച്ചു പോയോ? തോട്ടുപുറച്ചൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ പാലാപിതാവ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. തെല്ലൊന്ന് ആശ്വസിച്ചു ഞങ്ങൾ വിശ്വാസികൾ. ഇപ്പോൾ ആ വിശ്വാസികൾ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് പാലാപിതാവ്. വിശ്വാസികൾ ധർമ്മസങ്കടത്തിലാണ്, അച്ഛന്മാർ ധർമ്മസങ്കടത്തിലാണ്. അവർക്ക് പ്രതികരിക്കാനോ ഒന്ന് കൂവാൻ പോലുമോ പറ്റാത്ത വിധം നിസ്സഹായരാണ് അവര്. അങ്ങനെയൊന്നും ശീലിച്ച് വശമില്ലാത്തവരാണ് അൽമായ സത്യവിശ്വാസികൾ, അൽമായ മുന്നേറ്റക്കാരല്ല. ഉദയംപേരൂർ പള്ളിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്തവർക്ക് പിന്തുണ നൽകുന്നയാളാണ് കണ്ണൂരുകാരൻ. അദ്ദേഹത്തെയാണ് നിങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് എങ്ങനെ? നിങ്ങളുടെ പ്രവൃത്തി വിശ്വാസികളെ അസ്വസ്ഥരും ദുഃഖിതരും രോഷാകുലരുമാക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഉദയംപേരൂർ പള്ളിയിൽ ബ്ലേഡും കത്തിയുമായി വരികയും
ഭക്തസ്ത്രീകൾ ആക്രമിക്കുകയും തിരുവോസ്തിയിൽ തുപ്പുകയും ചെയ്ത ഏതാനും വൃത്തികെട്ട സ്ത്രീകളെ, അവരുടെ പ്രവൃത്തിയെ അപലപിക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരാളെ നിങ്ങൾ എഴുന്നള്ളിക്കുന്നു. നിങ്ങൾക്ക് കർത്താവിന്റെ കുർബാനിൽ വിശ്വാസമില്ല എന്നല്ലേ അത് തെളിയിക്കുന്നത്? ഉദയംപേര് പള്ളിയിൽ സഭയുടെ കുർബാന ചൊല്ലിയത് കൊണ്ടാണ് പ്രശ്നമുണ്ടായതെന്നും അതിനാൽ വികാരി ശിക്ഷിക്കണമെന്നും വിമത കൂരിയായിലൂടെ ആവശ്യപ്പെടുന്ന ഒരു മെത്രാനെയാണ് പാലക്കാരെ നിങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. മാർപ്പാപ്പയെ സ്ഥിരമായി ധിക്കരിക്കുന്നവരെ ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിലൂടെ എന്ത് സന്ദേശമാണ് പാലാ രൂപത ഈ പ്ലാറ്റിനം ജൂബിലി അവസരത്തിൽ ലോകത്തിനും കത്തോലിക്ക സഭയ്ക്കും നൽകുന്നത്, വിശ്വാസികൾക്ക് നൽകുന്നത്? ഗോവിന്ദസ്വാമിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന അതേ രോഷമാണ് സത്യവിശ്വാസികൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഗോവിന്ദസ്വാമിയെ പിടിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഈ സഭയിൽ കുറ്റകൃത്യം ചെയ്തവരെ പിടിക്കാൻ കഴിയില്ല. കാരണം സംരക്ഷിക്കുന്നത് ഉന്നതരാണ്, സംരക്ഷിക്കുന്നത് അകത്തുനിന്നും പുറത്തുനിന്നും സഹായിക്കുന്നത് ഉന്നതരാണ്. പാലക്കാരിൽ ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. കുറച്ചെങ്കിലും സഭാസ്നേഹവും സത്യസന്ധതയും നീതിബോധവും ധാർമ്മിക ബോധവും ഞങ്ങൾ പാലക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് തെറ്റിപ്പോയി. സഭയുടെ വിശ്വാസത്തെയും പ്രബോധനങ്ങളെയും പരസ്യമായി എതിർക്കുന്നവർ, മനഃപൂർവ്വം സഭാ നിയമങ്ങൾ ലംഘിക്കുന്നവർ പാലാ രൂപതയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ആ രൂപതയുടെ നിയമാവലിയിലുണ്ട്. ഇത് അൽമായർക്ക് മാത്രമുള്ളതോ അതോ മെത്രാന്മാർക്കും ബാധകമാണോ? ഇത് വ്യക്തമാക്കണം പാലാ പിതാവേ. മെത്രാന്മാർക്ക് എന്ത് തെമ്മാടിത്തരം കാണിക്കാം, ആരും ചോദിക്കാനില്ല എന്ന നിലപാട് പാലാ മെത്രാനും സ്വീകരിച്ചത് തീർത്തും മോശമായി പോയി. സുറിയാനി സഭയെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിക്കുകയും അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത മെത്രാനിൽ നിന്ന് ഇതല്ല ദൈവവും ദൈവജനവും പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് കണ്ണൂരുകാരനെ പിടിക്കാൻ കഴിയാത്തത്. അതിനുള്ള ഉത്തരം ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ജയിൽ ചാടി ഗോവിന്ദസ്വാമി പിടിക്കാൻ പറ്റും. കാനോൻ നിയമം ലംഘിച്ച് പണം കട്ടെടുക്കുന്നവരെ സംരക്ഷിക്കുന്ന കണ്ണൂരുകാരനെ പിടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഉന്നതരാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും സംരക്ഷണം ലഭിക്കുന്നു. പാവം വിശ്വാസികൾ വിചാരിക്കുക ഈ ഓഗസ്റ്റിലെ സെനഡ് ഇടപെടും, വത്തിക്കാൻ ഇടപെടും. വെറും വ്യാമോഹം. എന്താണ് മെത്രാന്മാരുടെ സെനഡ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു പൂർവ്വ ചിത്രമാണ് പാലാ രൂപത നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് സെനഡിൽ എന്താണ് സംഭവിക്കാൻ പോകുക? അത് ഈ പ്ലാറ്റിനം ജൂബിലിയിൽ കളങ്കിതിരക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നതിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കഴിഞ്ഞു. പാലാപിതാവേ, എന്താണ് ജൂബിലി? എന്താണ് ജൂബിലി? എന്തിനാണ് കത്തോലിക്ക സഭ ജൂബിലി പ്രഖ്യാപിക്കുന്നത്? മനുഷ്യർ ദൈവത്തോട് ചെയ്ത പാപങ്ങളും കടങ്ങളും ക്ഷമിക്കപ്പെടാനുള്ള സന്ദർഭമാണ് കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുന്ന ജൂബിലികൾ. മനുഷ്യർ ദൈവത്തോട് ചെയ്ത പാപങ്ങളും കടങ്ങളും ക്ഷമിക്കപ്പെടാനുള്ള സന്ദർഭം. എന്നിട്ട് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി എന്തിനു വേണ്ടിയുള്ളതാണ്? എല്ലാ കടങ്ങളും വീട്ടാനും പാപങ്ങൾ ക്ഷമിക്കപ്പെടാനുമുള്ള അവസരമാണോ ഈ പ്ലാറ്റിനം ജൂബിലി ഒരുക്കിയിരിക്കുന്നത്? വെറുതെയല്ല എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ അഹങ്കരിക്കുന്നത്, മുന്നേറ്റക്കാര് അർമാദിക്കുന്നത്. അവരുടെ പോക്കറ്റിലാണ് മെത്രാൻ സെനഡ്, അവരുടെ പോക്കറ്റിലാണ് മെത്രാന്മാര്. പാവം ദൈവജനം വിചാരിക്കുന്നു അവരുടെ കൂടെയാണെന്ന്. അൽമായ മുന്നേറ്റക്കാർക്കും വിമതർക്കും അർമാദിക്കാനുള്ള സമയമാണിത്. വിമത കൂരി അവരാഗ്രഹിച്ച പോലെ വിമത കൂരിയ നിലവിൽ വന്നു. ഏകീകൃത കുർബാന നിലവിലുണ്ടായിരുന്ന പള്ളികളിൽ അതിക്രമം ചെയ്ത് ചിലതെല്ലാം അടപ്പിച്ചു. അവരാഗ്രഹമായിരുന്നു അത്. ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പട്ടം സ്വീകരിച്ച നവവൈദികരെല്ലാം ജനാഭിമുഖ പൂജ നടത്തി സംതൃപ്തി അടയുന്നു, നിർവൃതി അടയുന്നു. സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭദ്രാസനം അടഞ്ഞു കിടക്കുന്നു വർഷങ്ങളായിട്ട്. ആർക്കും ഒന്നും തോന്നുന്നില്ല, തുറക്കണമെന്ന് വിചാരമേ ഇല്ല. വത്തിക്കാൻ നടപടി എടുത്തതുൾപ്പെടെ എല്ലാ ക്രിമിനൽ വൈദികരും കുറ്റവിമുക്തരായി, ഒരു വിചാരണ നടപടികളും നേരിടാതെ. സഭയുടെ ആ മേജർ ആർച്ച് ബിഷപ്പിനെ ഗൂഢതന്ത്രത്തിൽ നീക്കി വിമതർക്ക് ദാസ്യവേല ചെയ്യുന്ന മറ്റൊരാളെ ആ സ്ഥാനത്ത് ഇരുത്തി. സഭയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത സത്യവിശ്വാസികൾക്കെതിരെ പോലീസ് കേസ്, കള്ളക്കേസുകൾ, ബലാത്സംഗ കേസുകൾ പള്ളിയകത്ത് വെച്ച് നടത്തുന്നു പറഞ്ഞിട്ട് അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അവരുടെ ഭാര്യയെ ബോധ്യപ്പെടുത്തണം, മക്കളെ ബോധ്യപ്പെടുത്തണം, മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തണം. എന്തുമാത്രം പണമാണ് അവർ ചെലവഴിക്കേണ്ടി വരുന്നത്. മാനസിക സംഘർഷം, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവർ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എല്ലാം സഭയ്ക്ക് വേണ്ടി, മെത്രാൻസിനെടുത്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടി. എന്നിട്ട് മെത്രാന്മാർ തന്നെയാണ് അവരെ പീഡിപ്പിക്കുന്നത്.
മെത്രാന്മാർ തന്നെയാണ് അവരെ ദ്രോഹിക്കുന്നത്. മെത്രാന്മാർ തന്നെയാണ് അവരെ ക്ലേശിപ്പിക്കുന്നത്. ഇതെല്ലാം അൽമായ മുന്നേറ്റക്കാരൻ തീരുമാനിക്കുന്നപോലെ നടക്കുന്നു. അയാൾക്ക് പിന്തുണ കൊടുക്കുന്ന വിമതരും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന വിമത മെത്രാനും വിജയിച്ച് നിൽക്കുന്നതായി ദൈവജനത്തിന് തോന്നിപ്പോകുന്നു. പക്ഷേ യെശയ്യാ പ്രവാചകനിലൂടെ നിങ്ങളോട് കർത്താവ് ഇങ്ങനെ പറയുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. 1-ാമത്തെ അധ്യായം, 14-ാമത്തെ അധ്യായം, 47-ാമത്തെ അധ്യായം, ഈ അധ്യായങ്ങളിൽ ചില വാക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. കർത്താവ് പറയണേ, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരം രക്തപങ്കിലമാണ്. നിങ്ങളുടെ കരം രക്തപങ്കിലമാണ്. നിങ്ങളെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ കർമ്മങ്ങളുടെ ദോഷം എൻ്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കളയുവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദകനെ തിരുത്തി നേർവഴിയാക്കുവിൻ. അനാഥന് ന്യായം നടത്തി കൊടുക്കുവിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹാരം ചെയ്യുവിൻ. മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി എന്ന് നിങ്ങൾ തിരിച്ചറിയും. സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. യാഹ്വേ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും കർത്താവ് ഒടിച്ചു കളഞ്ഞു. കോപാവേശത്താൽ വംശങ്ങളെ ഇടവിടാതെ പ്രഹരിക്കുകയും ആർക്കും അടുത്തുകൂടാൻ പറ്റാത്ത വിധത്തിൽ ജനതകളുടെ മേൽ മർദ്ദന ഭരണം നടത്തുകയും ചെയ്തിരുന്ന അധികാരിയെ കർത്താവ് ഒടിച്ചു കളയും. നിന്റെ വരവിനെ ആഘോഷമായി എതിരേൽക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് സകല ഭൂപാലകരുടെയും പ്രേതങ്ങൾ ഉണർത്തുന്നു. ജനതകളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു. അവരെല്ലാം നിന്നോട് കുത്തുവാക്കുകൾ പറയും. നീയും ഞങ്ങളെപ്പോലെ ദുർബലനായോ? നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നോ? നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. അരുണോദയത്തിന് പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്നവനെ, നീ എങ്ങനെ വെട്ടേറ്റ് തറയിൽ വീണു? നീ സ്വയം അഹങ്കരിച്ചു. ഞാൻ സ്വർഗത്തിലേക്ക് കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ വടക്ക് ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന് മുകളിൽ ഞാൻ ഇരുന്ന് അരുളും. ഞാൻ ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതന് സമനാകും എന്നൊക്കെ നീ വീമ്പിളക്കി. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അഗാധത്തിലേക്ക് നിബന്ധിച്ചിരിക്കുന്നു. കന്യകയായ ബാബേൽ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക. കൽദായ പുത്രി സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക. മേലിൽ നിന്നെ മൃദലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല. തിരികല്ലെടുത്ത് മാവ് പൊടിക്കുക. നിന്നെ മൂടുപടം മാറ്റുക. വസ്ത്രാഗ്രം എടുത്തു കുത്തി തുട മറയ്ക്കാതെ ഏന്തി വലിഞ്ഞ് നദി കടക്കുക. നിന്റെ നഗ്നത അനാവൃതമാകും. നിന്റെ നാണിടം നാട്ടുകാർ കാണും. ഞാൻ പ്രതികാരം ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു. ആരെയും ഒഴിവാക്കുകയില്ല. കൽദായ പുത്രി, മിണ്ടിപ്പോകരുത്. നീ ഇരുട്ടിലേക്ക് പോകുക. നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല. ഞാൻ എൻ്റെ ജനത്തോട് കോപിച്ചു. എൻ്റെ അവകാശത്തെ മലിനമാക്കി അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. നീ അവരോട് കനിവ് കാണിച്ചില്ല. വൃദ്ധന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമേറിയ നുകം നീ വെച്ചു. നീ ഇത് ഗ്രഹിക്കുകയോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും എന്ന് വീമ്പിളക്കി. ആകയാൽ ഞാൻ തന്നെ എനിക്ക് തുല്യനായി മറ്റാരുമില്ല. ഞാൻ വിധവയാവുകയില്ല. പുത്രനഷ്ടം ഞാൻ അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ സങ്കല്പിച്ച് മതാലസിയായി സുരക്ഷിതത്തിൽ ചാരിക്കിടക്കുന്നവളെ കേൾക്കുക. പുത്രനഷ്ടം, വൈധവ്യം, ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് സംഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ അനേകമായിരുന്നാലും നിന്റെ ആഭിചാരക്രിയകൾ എത്ര അധികമായിരുന്നാലും അവയുടെ നിറവിൽ തന്നെ നിനക്ക് തിരിച്ചടിയുണ്ടാകും. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു. ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ വഴിതെറ്റിച്ചു. ഞാൻ മാത്രം, എനിക്ക് തുല്യനായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ അഹങ്കരിച്ചു. അതിനാൽ മന്ത്രവാദത്താൽ നീക്കാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും. പരിഹരിക്കാൻ കഴിയാത്ത ആപത്ത് നിനക്ക് വന്നു ചേരും. നിനക്ക് അജ്ഞാതമായത് വിനാശം നിന്റെ മേൽ വരും. നീ ചെറുപ്പം മുതലേ അനുവർത്തിക്കുന്ന നിന്റെ മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും പെരുപ്പിക്കുക. ഒരുപക്ഷെ ഫലിക്കും.
മറ്റുള്ളവരെ പേടിപ്പിക്കാനും ഉപകരിച്ചേക്കാം. നിന്റെ ആലോചനകൾ ബാഹല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രഫലം നോക്കുന്നവരും നിന്റെ ഭാവി അമാവാസികൾ പ്രവചിക്കുന്നവരും ഇപ്പോൾ മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. ഇതവർ വൈക്കോൽ പോലെയാണ്. അഗ്നി അവർ വിഴുങ്ങുന്നു. അഗ്നിജ്വാലിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല. അത് കുളിര് മാറ്റാൻ തക്ക കനലോ ഇരുന്ന് കായാൻ തക്ക തീയോ അല്ല. ചെറുപ്പം മുതൽ നിന്നോടത്ത് വ്യാപാരം ചെയ്ത ആഭിചാരകന്മാർ നിന്നെ ഉപേക്ഷിച്ച് താങ്കളുടെ ദിക്കിലേക്ക് അലഞ്ഞു നടക്കും. ആരും നിന്നെ രക്ഷിക്കുകയില്ല. ഇത് യെശയ്യാ പ്രവാചകന്റെ വാക്കുകളാണ്. ഞാൻ ആവർത്തിക്കുക, പാലാരൂപതയ്ക്ക് ഈ ഇടർച്ച ഒഴിവാക്കാമായിരുന്നു. പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ് ഇന്ന് ശനിയാഴ്ച 2025 ജൂലൈ 26 രാവിലെ 9 മണിക്ക് പാല കത്തീഡ്രൽ ഭദ്രാസന ദേവാലയത്തിൽ സമൂഹ ബലിയും അതേ തുടർന്ന് ഭദ്രാസന ദേവാലയത്തിൻ്റെ പാരിഷ് ഹാളിലെ പൊതുസമ്മേളനവും. ഈ പരിപാടിക്ക് പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് അനേകം വൈദികർ എന്നെ വിളിച്ച് പറഞ്ഞത്. അത് പ്ലാറ്റിനം ജൂബിലിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല. ഈ പരിപാടി പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികളോടുള്ള എതിർപ്പാണ്. അത് വ്യക്തിപരമായ എതിർപ്പല്ല. വിശ്വാസവും സഭയും പാരമ്പര്യവും സുറിയാനി പാരമ്പര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എതിർപ്പാണ്. കാരണം സീറോ മലബാർ സഭയെ മൊത്തത്തിൽ നാണം കെടുത്തിയിരിക്കുന്ന സഭാ നേതൃത്വത്തിലിരിക്കുന്ന 2 പേരെ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആ ഇടർച്ച ഒഴിവാക്കാമായിരുന്നു. അവർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വൈദികർക്കും അൽമായർക്കും മനസ്സ് വരുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പോലെ മാർപ്പാപ്പിയെയും മെത്രാന്മാരെയും ധിക്കരിച്ച് അവർക്ക് ശീലമില്ല. ഇതാണ് ആ വൈദികരെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. ധിക്കരിക്കാനും വയ്യ, സന്മനസ്സോടെ അനുസരിക്കാനും വയ്യ. ഞാൻ എന്തിനാണ് ഈ കാര്യം പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് ആരോടും വ്യക്തിപരമായി വിരോധമോ ദേഷ്യമോ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. മിക്കവരോടും സൗഹൃദമുണ്ട് താനും. എങ്കിലും കർത്താവിന് ദോഷം വരുന്ന, സുറിയാനി സഭയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യം വന്നാൽ, കർത്താവിന് നിരക്കാത്ത ഒരു കാര്യം വന്നാൽ, ദൈവജനത്തിന് മൊത്തത്തിൽ നാണക്കേണ്ടുണ്ടാക്കുന്ന കാര്യം വന്നാൽ അതറിയിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഈ അർത്ഥത്തിലാണ് എൻ്റെ സന്ദേശം കണക്കാക്കുക എന്ന് എനിക്കറിയാം. ദൈവജനത്തിന് വിശ്വാസം മനസ്സിലാക്കുന്നതിൽ സഭാ നേതൃത്വത്തിന് പിഴവ് പറ്റുന്നുവോ എന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. തെറ്റുകൾ തിരുത്തി കൂടുതൽ നല്ല ഭാവിയിലേക്ക് പോകാനുള്ള അവസരമാണ് ജൂബിലി, പ്ലാറ്റിനം ജൂബിലി പോലുള്ള പ്രധാനപ്പെട്ട ജൂബിലി. ആ അവസരത്തെ ഇതുപോലെ ഇടർച്ചയും ഉതപ്പുമാക്കി തീർക്കുന്ന തരത്തിൽ, അധാർമികതമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന തരത്തിൽ പോകാൻ പാടില്ലായിരുന്നു. അതിനുള്ള ജാഗ്രത പ്രത്യേകിച്ച് പാലാരൂപത മെത്രാൻ പുലർത്തേണ്ടതുണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.